കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നതിന് അല്പസമയത്തിനകം ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് കേരളക്കാർ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഖാർഗെയുടെ വസതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിർണായകമായിട്ടുള്ള യോഗം ചേരുകയാണ്. അതിനുവേണ്ടി നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തൗഫീഖ് ചേരുന്നുണ്ട്. ഖാർഗെയുടെ വസതിയുടെ മുന്നിൽ നിന്നാണ് തൗഫീഖ് ചേരുന്നത്. എന്തായാലും സണ്ണി ജോസഫും ഒപ്പം വി ഡി സതീശനും ഖാർഗെയുടെ വസതിയിലേക്ക് പോയിട്ടുണ്ട്. തൗഫീഖ്, എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ചർച്ചയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആരൊക്കെ എത്തിയിട്ടുണ്ട് ഖാർഗെയുടെ വസതിയിൽ? ഭദ്ര, ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഇതിനോടകം തന്നെ ഖാർഗെയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം മുഗൾ വാസനിക്കും ദീപാദാസ് മുൻഷിയും കൂടി വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്താനുള്ളത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. മറ്റൊരാൾ അജയ് മാക്കനാണ്. രണ്ട് ഒബ്സർവേഴ്സറിൽ ഒരാളായ അജയ് മാക്കനും കൂടി അല്പസമയത്തിനകം എത്തിച്ചേർന്നാൽ യോഗം ആരംഭിക്കുകയും ചെയ്യും. വിശദമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ഖാർഗെ ചർച്ച ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം നിരീക്ഷകരിൽ നിന്നടക്കം ലഭിച്ച റിപ്പോർട്ടുകൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കൈവശമുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരാളുണ്ടാകും. അത് ആരാണ് എന്ന് അറിയിക്കുകയായിരിക്കും ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ ഇന്ന് നടക്കുന്ന ഈ സുപ്രധാനപ്പെട്ട യോഗത്തിൽ നടക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതാരായിരിക്കും? കെ സി വേണുഗോപാലായിരിക്കുമോ, വി ഡി സതീശനായിരിക്കുമോ, രമേശ് ചെന്നിത്തലയായിരിക്കുമോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടാകും. ആ വ്യക്തത ഈ നേതാക്കളെ അറിയിക്കുകയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുകയെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് ഇന്നത്തെ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. മൂന്നാളുകളെയും ഒരുമിച്ച് നിർത്തിയുള്ള ഒരു യോഗമായിരിക്കും ഉണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതല്ല, ഇനി മൂന്നാളുകളെയും വ്യത്യസ്തമായി അവരെ ഒറ്റക്കൊറ്റക്ക് കാണുകയാണെങ്കിൽ അതിനുള്ളൊരു ചർച്ചകൾ കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ വസതിയിൽ ഉണ്ടാകും. തീർച്ചയായും എന്തായാലും നിരീക്ഷകരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ ജനവികാരം കണക്കിലെടുക്കേണ്ടതുണ്ട്. മറ്റു നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.